ഇതിൽ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ചങ്ങായിയാ. ഓന് വെറുതെ നമ്മളങ്ങനെ തെറി പറയും. എത്രയോ മറുപടിക്ക് മറുപടി ഒക്കെ പല ആളുകളും അവന് കൊടുത്തിട്ടും അവനിതൊന്നും കേൾക്കാത്ത മാതിരി പിന്നെയും പറയും അങ്ങനെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ മൻസൂർ മണ്ണാർക്കാട് ഞാനാണ്. ഇവിടെ സമസ്ത വിഭാഗങ്ങളുടെ, അതും AP വിഭാഗത്തിലെ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു വീഡിയോ ലിങ്ക് വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, നാസറുദ്ദീൻ സഖാഫി കോട്ടയം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തിരുത്തി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ ലിങ്കിന് ചുവട്ടിലാണ് ഈ സഖാഫി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മറുപടികൾ നിറയെ നൽകി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പല ആളുകളും നൽകിയിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്ന വിഷയങ്ങൾ കാലാകാലങ്ങളായിക്കൊണ്ട് ഈ സാധുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ആരും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഇനി നൽകിയാൽ തന്നെ നിങ്ങൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയ്ക്ക് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാ ഇനിയും ഈ സഖാഫി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അതിന് മറുപടി കൊടുത്ത് അതിന് തെളിവൊക്കെ കൊടുത്ത് കിതാബൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കിതാബിലുണ്ട് പിന്നെയും പറയും അങ്ങനെ തന്നെ. നിങ്ങൾ മുസ്ലിയാക്കന്മാർ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമുക്കത് വീണ്ടും എടുത്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലല്ലാത്തവരെ വിളിച്ച് തേടുവാൻ തെളിവുണ്ട് മൗലവി എന്ന് പറഞ്ഞ് നടക്കുന്ന കാന്തപുരം മുതൽ ഇന്ന് ചെറിയ ചോട്ടാ മുസ്ലിയാക്കന്മാരടക്കം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവർ ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം, അത് ജായിസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആ നന്ദികേട് നമ്മൾ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ മറുപടി എന്ന് പറഞ്ഞിട്ട് എന്നെ വ്യക്തിപരമായി വിമർശിച്ചിട്ട് കാര്യമില്ല. എന്നെ നിങ്ങൾ എത്ര തന്നെ വിമർശിച്ചാലും എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. പാറ മുസ്ലിയാരെ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇവന്. യൂട്യൂബൊക്കെ തിരഞ്ഞിക്കുകയാണെങ്കിൽ ഇവന് മറുപടി കൊടുത്തതിന് പോലെ വേറെ ആർക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് മറുപടി നൽകിയതുപോലെ വേറെ ആർക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആര്? AP വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ. ഈ മുസ്ലിയാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായിക്കൊണ്ട് ഇന്നേ വരെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആരോടാണ് സംസാരിച്ചിട്ടുള്ളത്, ഏത് വീഡിയോയിലൂടെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്, നിങ്ങൾക്കത് പുറത്ത് കാണിക്കാം. ഖുർആനിനും സ്വഹീഹായ ഹദീസിനും ആസാറു സ്വഹാബയ്ക്കും എതിരായിക്കൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്കതിന് മറുപടി തരേണ്ടതുള്ളൂ. നിങ്ങളുടെ നിലനിൽപ്പ് അതിന് ഭംഗം വരുന്ന, നിങ്ങളുടെ ധനസമ്പാദനത്തിന്, നിങ്ങളുടെ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്നതിന്, നിങ്ങളുടെ ഷിയായിസവും ബറേൽവിസവും ഈ അഹ്ലുസുന്നയിലേക്ക് ഒളിച്ചു കടത്തുന്നത്, അത് തടസ്സം നിൽക്കുന്ന വിധത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്നുകൊണ്ട് ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഘടകവിരുദ്ധമായിക്കൊണ്ട് എന്തെങ്കിലും പുലമ്പിയാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇനി വേറൊരു കാര്യം, ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടും നിരീശ്വരവാദികളെന്നും യുക്തിവാദികളും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇസ്ലാമിനെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്ക്, ഒരു യുക്തിവാദിക്ക്, ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന എക്സ്പയർ മുസ്ലിമിന് നിങ്ങളുടെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് എന്തെങ്കിലും മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന ദായിമാരായ അഹ്ലുസുന്നയുടെ വക്താക്കളായ ആളുകളെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുസ്ലിയാരെ, ഇത് ബുദ്ധിയും ബോധവും അന്നവും തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറയൂ. ഇവന് യൂട്യൂബിൽ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കണം, അതിന് കളിക്കുന്ന ചങ്ങായി അവന്. അപ്പോൾ എൻ്റെ വരുമാനമാണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ആണോ? എൻ്റെ വരുമാനത്തിന് വേണ്ടി മാത്രമാണോ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ കോടീശ്വരന്മാരാണല്ലോ. നിങ്ങളുടെയൊക്കെ മുകളിലുള്ള കോടീശ്വരന്മാരുണ്ടല്ലോ, എന്നെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തോ? അങ്ങനെ കഴിയും നിങ്ങൾക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ നാവടക്കുവാൻ വേണ്ടിയിട്ട്, വായടപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്ര കോടികൾ ചിലവാക്കാൻ കഴിയും? എത്ര കോടി ചിലവാക്കിയാലും മൻസൂർ പറയുന്ന ആദർശം അത് അമാനത്താണ്. ആ അമാനത്തായിട്ടുള്ള ആദർശം ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങളുടെ കൈകളിലുള്ള കോടാനുകോടി രൂപയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾക്കോ കഴിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വ്യക്തിപരമായിക്കൊണ്ട് ആക്ഷേപിച്ചു കൊണ്ടുവരുന്നത്. കാര്യം, നാളെ അള്ളാഹുവിൻ്റെ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് ഞാൻ മൂടി വെച്ചു, ഞാൻ
അത് മറ്റുള്ളവരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരുടെ മുമ്പിലും തലതാഴ്ത്തേണ്ടി വരില്ല, ഞാൻ ആരുടെ മുൻപിലും കുറ്റക്കാരനാവേണ്ടി വരില്ല. ഞാൻ എൻ്റെ മരണം വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ നാവരിയാം. നാവരിഞ്ഞാലും അതിനും പ്രതിവിധി കണ്ടുകൊണ്ട് തന്നെയാണ് മൻസൂർ മണ്ണാർക്കാട് മുന്നോട്ട് പോകുന്നത്. പാറയും മുസ്ലിയാരെ. അപ്പം നമ്മൾ ഇവൻ്റെ പോലത്തെ ഒരു പിന്നെ പിന്നെ യൂട്യൂബിൽ ഓൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ, നമ്മളത് ഷെയർ ചെയ്താൽ, കണ്ടാൽ ഇവന് പൈസ കിട്ടി, അത് ഷെയർ ചെയ്താൽ അതിനേക്കാൾ അധികം പൈസ കിട്ടി. അപ്പം എന്തായി, നമ്മൾ ഇവൻ്റെ ഫോട്ടോ കാണുമ്പോഴേക്കിനൊക്കെ തന്നെ അത് നീക്കി കളയണം. അത് കണ്ടാൽ പിന്നെ ഓന് പൈസ കിട്ടിയാൽ, അവന് പ്രോത്സാഹിപ്പിച്ചാൽ, ഇവൻ്റെ ഈ വിദേഹത്തിന് നമ്മൾ കൂട്ടുനിന്നാൽ നമുക്ക് അള്ളാഹുവിൽ നിൽക്കുന്ന കുറ്റം കിട്ടും. അള്ളാഹിനൊക്കെ അത് മറുപടി അറിയണം. ഇത്തരം തോന്നിവാസങ്ങൾ ഈ എന്തിനോട് കേട്ടടോ എന്ന് നമ്മോട് ചോദിക്കും. അതുകൊണ്ട് വിവരമില്ലാത്തവരിത് കേൾക്കരുത്. ഇനി അതേ നടക്കുള്ളൂ മുസ്ലിയാരെ. എൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും വരുമ്പോൾ അത് കേൾക്കരുതേ ജനങ്ങളെ, നിങ്ങൾ കുറ്റക്കാരാകുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞോളി. നിങ്ങൾ പറയുന്ന പച്ചക്കളവുകളും പിഴച്ച വാദങ്ങളും പിഴച്ച വിശ്വാസങ്ങളും ഈ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, സഹോദരന്മാരെ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളയും വെള്ളയിട്ടിട്ട് വെള്ള തലയിലെ പൊറാട്ടക്കെട്ടും കെട്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കളവാണ്. അവരുടെ ഉദര പൂർത്തീകരണത്തിന് വേണ്ടി, അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി നിങ്ങളെ കരുവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിന് വശംവദരായി നിന്നു കൊടുക്കരുത്. നാളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ ജഹാലത്തിൻ്റെ വക്താക്കളായ ഈ തലയെക്കെട്ടുകാർ, പൊറാട്ടക്കെട്ടുകാർ, തലയെക്കെട്ടന്മാർ നിങ്ങളുടെ രക്ഷയ്ക്കുണ്ടാവില്ല. നിങ്ങൾ ഇവർ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനും കഴിയില്ല. കാര്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആസാറു സ്വഹാബയും എല്ലാം നിങ്ങളുടെ മുൻപിൽ ഇന്ന് നിലവിലുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക. എൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടാലല്ലേ സത്യം മനസ്സിലാക്കുള്ളൂ. അവിടെ എന്താണ് അദ്ദേഹം അതിന് വേണ്ടി പറഞ്ഞത്? ഞാൻ ധനസമ്പാദിക്കും എന്നുള്ളതാണ്. എൻ്റെ ധനസമ്പാദനമാണോ ഇവിടുത്തെ പ്രശ്നം? ആണോ? അതോ നിങ്ങളുടെയൊക്കെ കരിമ്പൊള്ള്, പച്ചക്കളവ്, രോമം മുളച്ച ഷിർക്ക് അത് നമ്മൾ തുറന്നു കാണിക്കുന്നതാണോ? പ്രിയ സഹോദരന്മാരെ, ഇയാളുടെയൊക്കെ വോയിസ് കേൾക്കുന്നവരെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോയി നോക്കുക. എന്താണ് ഇവർ പറഞ്ഞതെന്നും എന്താണ് ഞാൻ പറഞ്ഞതെന്നും മനസ്സിലാക്കുക, ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി പറയട്ടെ മുസ്ലിയാർ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇഞ്ചിയിൽ തൗറാത്തൊന്നും ഇപ്പം നമുക്ക് വായിക്കാൻ പാടില്ല. പണ്ഡിതന്മാർക്ക് അത് വായിക്കുക, എന്നിട്ട് അതിന് വിമർശിക്കാം. എല്ലാം പഠിച്ചവർക്ക്, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അതും പഠിച്ച് അതിൻ്റെ മറുപടിയും പഠിച്ച് ഒക്കെ പഠിച്ചവർക്ക് മാത്രം. അപ്പം ഇതൊന്നും കേൾക്കുക, ഷെയർ ചെയ്യുക ഒന്നും ചെയ്യരുത്. മഹാപൊട്ടപ്പോയത്താ പറഞ്ഞതൊക്കെ. ഞാൻ പറഞ്ഞതൊക്കെ മഹാപൊട്ടത്തരാണെന്ന് പറഞ്ഞു. എന്താണ് മുസ്ലിയാരെ ഞാൻ പറഞ്ഞൊരു പൊട്ടത്തരം? അതൊന്നും നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് വ്യക്തമായിട്ടൊരു മറുപടി നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസിനും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഇന്നേ വരെ പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കേ. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസുകൾക്കോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. നിങ്ങളും നിങ്ങളുടെ ഈ കൂട്ടവും, ഈ പൊറാട്ടക്കെട്ട് കൂട്ടവും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദിവസേന ഞാൻ ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3 വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പണസമ്പാദനവും ധനസമ്പാദനവുമാണ് അവരുടെ പ്രശ്നം. പിന്നെ ഇതിനിടയ്ക്ക് പറഞ്ഞു ഇഞ്ചിയിൽ അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും അത് പണ്ഡിതന്മാർക്കേ പറ്റുള്ളൂ, സാധാരണക്കാർക്ക് പറ്റൂല. ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ ആരാണ്? അള്ളാഹുവിൻ്റെ കലാമിന് വിരുദ്ധമായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന് വിരുദ്ധമായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വിരുദ്ധമായിക്കൊണ്ട് വസൽമിൻ അർസലിനെ പറഞ്ഞു നടക്കുന്ന ആളുകളെയാണോ നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നത്? ആരാണ് പണ്ഡിതൻ? പോയി പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മാറ്റി വെച്ചുകൊണ്ട് വാറോലകളും കള്ള ഹദീസുകളും മൗലൂആയ ഹദീസുകളും എടുത്തുകൊണ്ട് ഈ പാവം ജനങ്ങളെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കുന്ന മുസ്ലിയാരേ നിങ്ങൾ പറയും. പിന്നെ ഇവന് എന്താ പറഞ്ഞത്, ചോദിക്കാൻ ഇപ്പം നമുക്കും പലതും ചോദിക്കുക. എങ്ങനെ
ഇപ്പോൾ പള്ളി ഉണ്ടാക്കാൻ റസൂൽദാൻ്റെ കാലത്ത് ഇതുപോലത്തെ വാർപ്പിൻ്റെ പള്ളി ഉണ്ടായിട്ടുണ്ടോ? റസൂൽദാൻ്റെ കാലത്ത് പിന്നെ ഫാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളൊന്ന് തെളിയിക്കുകയോ? അതുകൊണ്ട് ഫാന് പള്ളിയിലേക്ക് കൊടുത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്നാണ് കൂലി കിട്ടുക. റസൂൽദാൻ്റെ കാലത്ത് മോട്ടറുണ്ടോ? പിന്നെ അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് മോട്ടർ കൊടുത്താൽ നമുക്ക് കൂലി കിട്ടുമോ? എ സി റസൂൽദാൻ്റെ കാലത്തുണ്ടോ? അപ്പോൾ എ സി കൊടുത്താൽ നമുക്ക് കൂലി കിട്ടുമോ? അതുപോലെ റസൂൽദാൻ്റെ കാലത്ത് പിന്നെ പ്രസംഗത്തിന് മൈക്കുണ്ടോ? അപ്പോൾ മൈക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? റസൂൽദയോ സഹാബത്തോ മറ്റോ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയാണ്ട്. അതിനൊക്കെ നമ്മൾ പിന്നെ ചോദിക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പോൾ റസൂലുള്ള വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ? റസൂലുള്ള ബിരിയാണി തിന്നിട്ടുണ്ടോ? മന്തി തിന്നിട്ടുണ്ടോ? അപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതേപോലത്തെ ഒരു ചോദ്യമൊന്നല്ലാണ്ട് ഓനിങ്ങനെ കുറേ ചോദ്യമുണ്ട് ആ കടയിനൊക്കെ എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞതാ. അജ്ജൻ്റെ പൊന്നാര മൊയ്ലിയരെ, ഇവിടെ മതത്തിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന വിദഗ്ധായിട്ട് കൊണ്ടുവരുന്ന ഒരു വിഷയത്തിന് അതിന് മുൻമാതൃകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എന്താണ് ബിരിയാണി മന്തിയോ? ഇനി പൊളിഞ്ചാറും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതൊക്കെ പറഞ്ഞോളി മൂലരെ, എന്താ ചെയ്യുക? ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിവരം. ഈ 10 കിതാബും പിന്നെ കുറേ കിതാബും കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ നിങ്ങൾ ഓതിയെന്നും പറഞ്ഞിട്ട് വിവരമില്ലല്ലോ നിങ്ങൾക്ക്, അറിവില്ലല്ലോ നിങ്ങൾക്ക്. മതത്തിൽ പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൃപ്പനച്ചിയിലത്തെ കൊടിമരത്തിൻ്റെ പണിക്ക് കൂടിയാൽ ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൊടിമരത്തിൻ്റെ 4 പുറം നടന്നാൽ തവാഫിൻ്റെ കൂലിയാണ്, കൊടിമരത്തിന് അടിയിൽ നടന്നാൽ സഹീൻ്റെ കൂലിയാണെന്നൊക്കെ പോട്ടപ്പോയത്തം തള്ളി വിടുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്താണ് നിങ്ങൾക്ക് ദലീലെന്നാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണൂർക്ക് നടത്താനും അടിയന്തരം നടത്താനും അതുപോലെ ഇസ്ലാമിലേക്ക് അനാചാരമാക്കി കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സാധു ജനങ്ങളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഓരോന്നെടുത്ത് പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് കൂടുമെന്ന ഭയത്താൽ ഞാനത് ചുരുക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ. പാറി മൂല്യരെ, കേൾക്കുകയാണെങ്കിൽ ഫുള്ള് കേൾക്കണം. അപ്പം അതിന് മറുപടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മുജാഹിദിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ആ പുളിക്കൽ വെച്ചിട്ടൊരു മുഖാമുഖം ഉണ്ടായിന്. ആ മുഖാമുഖത്തിൽ പിന്നെ നമ്മൾ ഒരു ഹദീസ് ഓതി. പിന്നെ ഒരു റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരു ജാറം, ആ ജാറം ഞങ്ങളിൽ വലിയ ചാട്ടക്കാരന് വരെ ചാടിക്കടക്കാൻ കഴിയാത്ത അത്രക്കും വലിയൊരു ജാറായിരുന്നു എന്ന്. അപ്പോൾ ഇവർക്ക് അയിമലിട്ട് ബലി കഴിച്ച്. എന്നാൽ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നെല്ലി പുസ്തകവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഹദീസും കൊണ്ട് ഓതാൻ ഒരുങ്ങുമ്പോഴേക്ക് തന്നെ പിന്നെ മാളിയക്കൽ മൈക്കും കൂടി പിടിച്ചിട്ട് പറഞ്ഞ് അതടക്കട്ടെ, ഇനിയും ഇഷ്ടം പോലെ ഓതാണ്ട്, അതടക്കട്ടെ, ഓതിയത് എന്ത് പറയാണ്ട്, ഈ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാണ്ട് എന്നാട്ടോ ഉറക്കാട് ചോദിച്ചു. മുജാഹിദിൻ്റെ കേന്ദ്രത്തുനിന്ന് അതൊക്കെ ഇപ്പം ഇതിൻ്റെ അകത്തുണ്ട്. പുളിക്കൽ മുഖാമുഖം അടിച്ചു കൊടുത്താൽ കാണാം. അതിലിങ്ങനെ ചോദ്യം ഉത്തരവും അങ്ങനെ ജാറം കെട്ടി പൊന്തിച്ചതും എന്നിട്ട് പിന്നെ അവരുടെ സിയാറത്ത് ചെയ്തതും ഒക്കെ പോട്ടെ. അതങ്ങനെ പോകാൻ വരട്ടെ. നിങ്ങൾ ഈ സാധു മനുഷ്യരെ പറ്റിക്കുന്നത് കബറ് കെട്ടിയിട്ട് ജാറാക്കാനുള്ള തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാറം ചാടിയ കഥയും കൊണ്ട് നടക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. പുളിക്കൽ സംവാദത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ വീഡിയോസിനുള്ള ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന അവിടെ പറയുന്ന ഈ വിവരക്കേട് അതിവിടെ തിരുത്തി തന്നെ ചെയ്യും. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഇതാണ് വിഷയം. ഇതിനെ സംബന്ധിച്ചാണ് ഒരു വാറോല, സനത് പൂർത്തീകരിക്കാത്ത ഒരു വാറോല ഒരു കാര്യം എടുത്തുകൊണ്ട് വരുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അത് ജാറം കെട്ടിപ്പൊക്കാം എന്നുള്ള ഒരു വിഷയത്തിലാണോ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്? അല്ല. ചെറുപ്രായക്കാരായിരുന്ന കാലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കബറ് ചാടിക്കടന്നവരായിരുന്നു ഞങ്ങളിൽ വലിയ ചാട്ടക്കാരൻ എന്ന് താബികളിൽപ്പെട്ട ഖാരിജ റഹിമഹുള്ള പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു ദുർബല റിപ്പോർട്ട്, ഹദീസല്ല, ഒരു ദുർബല റിപ്പോർട്ടാണത്. കബറുകൾ കെട്ടിപ്പൊക്കി ജാറമുണ്ടാക്കി നേർച്ചപ്പെട്ടി വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില മുസ്ലിയാക്കന്മാർ, ഇങ്ങളെപ്പോലെയുള്ള തലേക്കെട്ടന്മാർ തെളിവാക്കി കൊണ്ടുവരുന്ന ഒരു വാറോലയാണത്. അതിൻ്റെ സനതുണ്ട് പറഞ്ഞോളിയും. അത് ഹദീസൊന്നല്ല, അത് ഒരു വാറോല, ഒരു താബിയ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഇവിടെ വേകൂല. ആ കല്ലം പരിപ്പാണ്ട് മാറ്റി വെച്ചാളി, കേട്ടില്ലേ? ഇനി എന്താണ് പറയാനുള്ളത്? നമ്മളൊരു സംഗതിക്ക് അത് തെറ്റാണോ എന്നാണ് തെളിയിക്കേണ്ടത്. റസൂല ചെയ്തതൊക്കെ ചെയ്യാം, അങ്ങനല്ല, ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതാണ് ആദ്യം നോക്കേണ്ടത്.
റസൂൽ വിരോധിച്ചിട്ടുണ്ടോ, സഹാബത്ത് വിരോധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഖബറിൻ്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതരുത്, അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അതാ നോക്കട്ടെ, ഖുർആൻ എന്ന് പറയുന്ന സാധനം എവിടുന്ന് ഓതാം. അത് ഓതാൻ പറ്റാത്ത സ്ഥലമുണ്ട്, കക്കൂസ് എന്ന് ഓതരുത് റസൂൽ പറഞ്ഞ, കക്കൂസിൽ നിങ്ങൾ ഖുർആൻ ഓതരുത് എന്ന്. ആ അപ്പോൾ ബിദ്അത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി പാവപ്പെട്ട സാധുക്കളെ മുസ്ലിയാക്കന്മാർ പറ്റിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. എന്താണ്? മരിച്ചോടത്ത് ഇരുന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ അത് ഓതണ്ടാന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ റസൂലുള്ള എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നെല്ലാം വ്യക്തമായിക്കൊണ്ട് അത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ബാക്കി ആ വിഷയങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറ്റുള്ള കാര്യങ്ങൾ സ്വഹാബത്തും അത് കഴിഞ്ഞുള്ള താപയങ്ങളും താപയങ്ങളും ഈ 3 നൂറ്റാണ്ട് അവർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചോടത്ത് ഖുർആൻ ഓതണോ ഓതണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ഓതണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ഓതിക്കോളി എന്നാണോ, ചൊല്ലിക്കോളി മൗലായ എന്നാണോ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സ്വഹാബത്തിൻ്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, ഇവരുടെ ആരുടെയെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. മുൻമാതൃക ഇല്ല അല്ലേ? മുൻമാതൃക ഇല്ലാത്തത് ദീനിലേക്ക് പുണ്യാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരൽ എന്താണ്? ബിദ്അത്താണ്. ബിദ്അത്ത് എന്താണ്? ഹറാമാണ്. എന്താ മൂല്യരെ, ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, ചെയ്തിട്ടുണ്ടോ? നമുക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നു. എങ്ങനെ? റസൂലുള്ള പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞു. എങ്ങനെയാണത്? റസൂലുള്ള എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നമ്മൾ നിസ്കരിക്കുക. അവിടെ സുബഹി 2 റക്അത്താണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ളുഹറും ഇശയൊക്കെ നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കില്ല, അസറും ഒക്കെ. നമുക്ക് സുബഹി 4 നിസ്കരിച്ചാലോ? അല്ല, അങ്ങനെ നിസ്കരിച്ചാൻ പറ്റുമോ? നല്ലതല്ലേ? 2 റക്അത്തും കൂടി കൂടുതൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫാത്തിഹ കിട്ടും, ഒരു റുക്കുവും 2 സുജൂദും അങ്ങനെ വെച്ചിട്ട് ഓരോ റക്അത്തിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ? അല്ലേ? അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ദിക്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചൊല്ലുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്നാൽ സുബഹി 2 നമ്മൾ നിസ്കരിച്ചിട്ടുള്ളൂ. എന്തിനാ ഈ ചൂട് കാലത്ത് നമ്മൾ ഈ ളുഹറ് 4 നിസ്കരിക്കണേ? അത് 2 ആക്കിയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ പറ്റാത്തത്? അത് റസൂലുള്ള പഠിപ്പിച്ച പോലെ നിൽക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ള ഒരു മയ്യത്തിൻ്റെ അടുത്തും ഖുർആൻ ഓതാനെ ഒരു സ്വഹാബിനോടും പറഞ്ഞിട്ടില്ല, ഒരു സ്വഹാബിയോ ചെയ്തിട്ടില്ല, ഒരു താബിയോ ചെയ്തിട്ടില്ല, ഒരു താബിയോ ചെയ്തിട്ടില്ല. നിങ്ങൾ കുറേ പൊട്ടപ്പോയത്തക്കാർ ഖുർആൻ കൊടുത്തിട്ട് മയ്യത്തിൻ്റെ അടുത്ത് ഏത് ചെവിയേക്കാത്ത മരിച്ച ജീവനില്ലാത്ത ഡെഡ് ബോഡിയുടെ അടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തിന്? അത് ചൊല്ലിയാലേ കൈമടക്ക് കിട്ടുള്ളൂ. എൻ്റെ പൊന്നാര മൂല്യരെ, അതിൻ്റെ ഒപ്പം എത്ര ബിദ്അത്തുകളുണ്ട്. കണ്ണൂക്ക്, അഡ്യന്തരം, ദിക്റ്, മറ്റേത് മറിച്ചത് എന്നും പറഞ്ഞിട്ട് മൂല്യന്മാർ കായുണ്ടാക്കാനും തിന്നാനും വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലേ? അപ്പോൾ അതൊന്നുമല്ല സഹോദരന്മാരെ, ഇവർ പറയുന്നതല്ല ബിദ്അത്തിൻ്റെ അടിസ്ഥാനം. ഒരു കാര്യം മുൻമാതൃകയില്ലാതെ പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതിൽ യാതൊരു സംശയമില്ല. മൂല്യരെ നിങ്ങൾ പണയും. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ഇന്ന സന്ദർഭത്തിൽ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനാപത്തുള്ളപ്പോൾ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഖബറിൻ്റെ അടുത്തുനിന്ന് ഒരാൾ ഖുർആൻ ഓതി കുറ്റം കിട്ടുമോ? എന്നാലൊന്ന് പറയട്ടെ. ഖുർആനല്ലേ ഓതിയതാണ്. അപ്പോൾ ഖബറിൻ്റെ അടുത്തുനിന്ന് ഓതിയാൽ നിങ്ങൾക്ക് കുറ്റമാണ്, ഹറാമാണ് എന്ന് അവരാണ് തെളിയിക്കേണ്ടത്. അത് കുറ്റമാണ്, ഹറാമാണെന്ന് ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനല്ലേ, നല്ലതല്ലേ, ഫക്കൂലു ഖൈറയല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ഈ സാധുക്കളെ എടുത്ത് പറയണത്. അതന്നെയല്ലേ ഇപ്പോൾ ഞാനും ചോദിച്ചത്. സുബഹി നിസ്കാരം 2 റക്അത്ത് അടിപൊളി, നല്ല നിസ്കാരമല്ലേ, നമുക്ക് 2 റക്അത്ത് കൂടി കൂട്ടി നിസ്കരിക്കുക, അത് നല്ലതല്ലേ? എന്തെങ്കിലും നിസ്കരിക്കാത്ത? അതേപോലെ ളുഹർ ഒന്നുകിൽ 5 ആക്കി അല്ലെങ്കിൽ 3 ആക്കി. എന്തെങ്കിലും നിസ്കരിക്കാത്ത? അല്ല, ചേകന്നൂര് നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് എന്തെങ്കിലും പറയാം. നമ്മളൊക്കെ പറഞ്ഞത് നിങ്ങളെന്നല്ല, നമ്മളൊക്കെ പറഞ്ഞത്. നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് 5 വക്ത നിസ്കാരമാണ് ഫറള്, 17 റക്അത്ത് ഉണ്ടത് അല്ലേ? ഈ 17 റക്അത്തിൽ ഒരു റക്അത്ത് കൂട്ടാനും ഒരു റക്അത്ത് കുറക്കാനും പറ്റില്ല. കുറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുണ്യം പോയാലോ നമുക്കൊരു 10 റക്അത്ത് കൂട്ടിയാലോ? നിങ്ങൾ തറാവീഹ് കൂട്ടിയ മാതിരി. എന്താ മൂല്യരെ നിങ്ങൾ ഈ പറയണത്? ഖുർആനല്ലേ എന്ന് പറഞ്ഞാലും അതും ഇനിയിപ്പോൾ ഖുർആനല്ല എന്തു തന്നെ ആവട്ടെ, ഏത് കാര്യമാവട്ടെ, ഒരു കാര്യം അത് ദീനിൽ നമ്മൾ ചെയ്യാൻ എന്താണ് തെളിവ്? അത് റസൂലുള്ള പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആനിൽ വായിച്ചിട്ടില്ലേ? അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീൻ വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. എന്താണെന്നറിയോ? ഈ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതൊക്കെ കൊടുന്നുക്കണോ, ഇനി ഇതിലേക്കൊന്നും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാനില്ല.
നിങ്ങൾക്കിത് സംതൃപ്തപ്പെട്ട് തന്നിരിക്കുന്നു. ആരാ പറയണത്? ഇത് സംതൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അമ്മ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസുണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ നന്മയുള്ള എല്ലാ കാര്യങ്ങളും, ആ ഒരു കാര്യവും പറഞ്ഞു തരാണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ തിന്മയായ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എൻ്റെ മൊയ്ലിയരെ, നിങ്ങൾ എന്ത് മൊയ്ലിയരാണ് മൊയ്ലിയരെ? ഈ പറയപ്പെട്ട കാര്യം ദീന് പൂർത്തിയാക്കിയെന്ന് ആയത്തിലൂടെയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുക്കണു, നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുക്കണു എന്ന ഹദീസും അല്ലേ? ആരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ എന്നുള്ള ഫിർഖത്തുൻ നാജിയ ആരാണെന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന ഈ ചര്യ ഇതാരാണോ പിൻപറ്റുന്നത് പോലാണെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നല്ലേ? അല്ലേ? അതല്ലേ നിങ്ങൾ വാദിക്കണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട മയ്യത്തിൻ്റെ അടുത്ത് തലക്കും പാത്തിരുന്നിട്ട് ഓതാൻ പഠിപ്പിച്ചു തരാണ്ട് പോയി എന്നല്ലേ? എന്താ മൗലിയരെ പൊട്ടപ്പോയത്തക്കാരാ നിങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കണത്? നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയുള്ള പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരാതെ പുണ്യം കരസ്ഥമാക്കാൻ ഉള്ള ആ ഒരു സന്ദർഭം, അത് ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, സ്വഹാബത്തിന് അത് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കാതെ പോയി എന്നല്ലേ ഇപ്പോൾ ഇത്? നമുക്കൊക്കെ നമ്മളെ ഈ മൊയ്ലിയാക്കന്മാർ കുറേ ഉരുട്ടി ഉണ്ടാക്കി തന്നു. സ്വഹാബത്തിന് അപ്പോൾ ഇതൊന്നും വേണ്ട, ഈ പുണ്യൊന്നും വേണ്ട. എന്തെന്നോണയൊക്കെയാണ് മൊയ്ലിയരങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയും, കുറച്ചും കൂടി നോണ അറിയും. അത് അവരാണ് പറയേണ്ടത്. ഖബറിൻ്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതാൻ പാടില്ല, റസൂലുള്ള അങ്ങനെ പിന്നെ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരും തെളിയിക്കട്ടെ. എന്നാലും ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ടത് അതില്ല എന്ന് പറഞ്ഞ പോലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ബിദ്അത്ത് എന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ചു പോയി. ദീനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളതും വ്യക്തമായി പഠിപ്പിച്ചു പോയി. ഇനി നിങ്ങളാണ് പുതിയതായിട്ട് ദീനിലേക്ക് ബിദ്അത്തായിട്ട് ഒരു പിഴച്ച സാധനം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തെളിവ് ദലീല് നിങ്ങളാണ് പറയേണ്ടത്. പറഞ്ഞോളി. ഇങ്ങനെ പറഞ്ഞുകൂടെ തന്നെ? ഉണ്ടോ ഇങ്ങോട്ട് തന്നെ ചോദിക്കാം, നമുക്ക് അങ്ങോട്ടും ചോദിക്കാനല്ലേ? അപ്പോൾ റസൂലുള്ള ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഫാൻറ്റ് കൊടുക്കണ്, അതുപോലെ റസൂലുള്ള ഫാൻറ്റ് കൊടുത്തിക്കണോ? അതുപോലെ നമ്മൾ ചെയ്യുന്ന നമ്മൾ വാഹനങ്ങൾ ഇപ്പോഴത്തെ കാറ്, ട്രെയിന്, വിമാനം ഒക്കെ റസൂൽ ഉപയോഗിച്ചണോ? സഹാബത്ത് ഉപയോഗിച്ചണോ? അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാ? നമ്മളെ പോലത്തെ വാർപ്പെട്ട പള്ളി പോലും ഉപയോഗിച്ചണോ? നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് നമ്മൾ തിന്നുന്നതാട്ടോ, നമ്മൾ ഉപയോഗിക്കുന്നതാട്ടോ ഒന്നും ഈ മുജാഹിദാട്ടെ, ഇബനാവട്ടെ, ഇബൻ ഉപയോഗിച്ച മാതിരിയുള്ള ഈ യൂട്യൂബ് റസൂൽ ഉപയോഗിച്ചണോ? കേട്ടില്ലേ സഹോദരന്മാരെ, മുസ്ലിയാക്കന്മാരുടെ ബുദ്ധി എവിടെയെന്നുള്ളത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതാണ് അവസ്ഥ. അതായത് റസൂലുള്ള പാൻറ്റ് ഉപയോഗിച്ചിക്കണമെന്ന് ചോദിച്ചത്. നമ്മൾ പാൻറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, റസൂലുള്ള പാൻറ്റ് ഉപയോഗിച്ചിക്കണമെന്ന് ചോദിച്ചത്. എൻ്റെ പൊട്ടപ്പോയത്തക്കാരൻ മൂല്യരെ, ഈ പാൻറ്റ് ഉപയോഗിക്കുക എന്നുള്ളതിന് പുണ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. നിങ്ങൾ പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. ഔറത്ത് മറക്കുക, അത് ഏത് വസ്ത്രം കൊണ്ടും മറക്കുക. ഇന്ന വസ്ത്രം കൊണ്ട് മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴുള്ളൂ നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ടത്. അതുപോലെ ഈ വസ്ത്രം എന്നുള്ളത് ഉടുക്കാതിരിക്കലാണ് തെറ്റ്. ഉടുക്കണം. അത് ഓരോ രാജ്യത്തെയും ഓരോ സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ട് ഏത് ഉടുക്കുക. പിന്നെ വാർപ്പിൻ്റെ പള്ളിയിൽ റസൂൽ നിസ്കരിച്ചിട്ടുണ്ടോയെന്ന് എന്ത് പോയത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞത്? പട്ടപ്പരയും കൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിച്ചാലും വാർപ്പിൽ നിസ്കരിച്ചാലും രണ്ട് കൂലിയാ? അല്ല, ഒരേ കൂലിയാണ്. അപ്പം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്യുന്നു. അതിന് പ്രത്യേക കൂലിയൊന്നുമില്ല. വാർപ്പിൻ്റെ ആക്കിച്ചിട്ട് പ്രത്യേക കൂലിയൊന്നുമില്ല. അതിന് സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ നിസ്കരിക്കുകയാണെങ്കിലും പിന്നെ പട്ടപ്പരയിൽ നിസ്കരിക്കുന്നതിനേക്കാളും കൂലി കിട്ടുമൊന്നുമില്ല. നിങ്ങളതല്ല പറയണതേ. നിങ്ങൾ മരിച്ചൊരു മയ്യത്തിൻ്റെ അടുത്ത് തലക്കും പാത്തിരുന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്. എന്നിട്ട് അതിന് പുണ്യം കിട്ടും. ആർക്ക് കിട്ടും? മരിച്ച മയ്യത്തിന് കിട്ടുന്നു. ഉണ്ട കിട്ടും. മനസ്സിലായില്ലേ? പറ. തേങ്ങാക്കൊല കിട്ടും. പറയും. അങ്ങനല്ല, ചെയ്തത് ചെയ്യാൻ പറ്റൂന്നല്ല, ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റൂല എന്നാ. റസൂലിനെ വിരോധിച്ച് ചെയ്യരുത്. അങ്ങനെ നാട് ചോദിച്ചുകൂടെ തന്നെ ഇതൊക്കെ ഇപ്പം എന്ത് പറയാനാ? പിന്നെ സൗദി കണ്ടിട്ടാണ് സൗദിയിലാണ് അങ്ങനെയൊക്കെ കുറച്ചും കൂടി എടുത്തിട്ട് സൗദി ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ സൗദിയിലും മക്കത്തും മദീനത്തും ഒക്കെ ജുമാക്ക് 2 ബാങ്കുണ്ട്. മുജാഹിദിൻ്റെ പള്ളിയിൽ ഒരു ബാങ്കുകളിലല്ലോ. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ദീന് പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓതിയ കിതാബുകളൊക്കെ വേസ്റ്റായി. ദീനിൽ പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമല് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ എന്ന് അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പോയി പഠിച്ചിട്ട് വരും. കേട്ടില്ലേ? നിങ്ങൾ വലിയ തലയെക്കെട്ടനായിട്ട് സക്കാഫത്ത് സുന്നിയയിൽ ഇങ്ങനെയാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലും 2 ബാങ്കാണെന്നാണ് മൂപ്പരുടെ വാദം. ഈ 2 ബാങ്ക് എന്നുള്ളത് എന്തിനാണെന്ന് കൂടി പഠിക്കും. പിന്നെ മുജാഹിദ് പള്ളികളിൽ 1 ബാങ്കേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ആക്ഷേപം. മുജാഹിദീങ്ങളെടുത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് സംവാദം നടത്തി. ഓക്കെ, ഞാൻ പോകുന്നത് തൗഹീദ് പറയുന്ന പള്ളി ഏതാണോ അവിടെ പോകാറുണ്ട്. അവിടെ 2 ബാങ്കായാലും 1 ബാങ്കായാലും എനിക്കത് വിഷയമല്ല. അത് രണ്ടാമത്തെ ഒരു ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അന്നേ കാലത്തുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അന്ന് സമയം അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ക്ലോക്കിൽ നോക്കിയിട്ടാണല്ലോ അപ്പോൾ ഇന്ന് ബാങ്ക് കൊടുക്കുന്നത്. ഇനി ക്ലോക്ക് അല്ലെങ്കിൽ ചുമരുമ്മ ഒരു സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പള്ളിക്കും ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാണ്ട് നിങ്ങൾ കുന്തവും കോലോ മരക്കോലോ ഒക്കെ എടുത്തിട്ട് അളന്നിട്ടാണോ നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത്? ആ ക്ലോക്കിൽ നോക്കിയിട്ട് തന്നെയല്ലേ. അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നല്ല ഇവിടുത്തെ സംഭവം. മൂല്യരെ നിങ്ങൾ പറഞ്ഞ് കുടുങ്ങിക്കാണ്. നിങ്ങൾ കുറച്ചും കൂടിയും പറയും. സൗദിയിലും പിന്നെ മക്കത്തും മദീനത്തും ഒക്കെ തറാവി 20 റക്അത്താ. ഇവരോ 8 റക്അത്താ. ഇവർ അത് കണ്ടിട്ടൊന്നുമല്ല. ഇവർക്ക് എന്തൊക്കെയോ ചെയ്യാന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ അവിടെ സൗദിയിലൊക്കെ മൗലൂദ്, ദിക്ർ, ഹൽക്ക ഒക്കെ ഉണ്ട്. സൗദിയിൽ എല്ലായിടത്തും തറാവീഹ് 23 ഇയാൾ പറഞ്ഞത്. ഇയാൾ സൗദിയുടെ ഫോട്ടോ കൂടിയും കണ്ടിട്ടില്ല, എന്നിട്ടാണ് ഈ പറഞ്ഞത്. സൗദി അറേബ്യയിൽ മക്കയിലും മദീനയിലും മുമ്പുണ്ടായിരുന്നു 10 റക്അത്തൊരു ഇമാമ് നിസ്കരിക്കും. അതിനുശേഷം അടുത്ത ഇമാമ് വന്ന് ബാക്കി ഒരു 10 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അത് അവിടെ വരുന്ന പല രാജ്യക്കാരായ ആളുകൾക്ക് വേണ്ടി 2 ഹറമിലും ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ സൗദി അറേബ്യയിലെ മുഴുവൻ മസ്ജിദുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ആ 11 റക്അത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ചിട്ടുള്ള ആളാണ്, ഖത്തറിലും ജീവിച്ചിട്ടുള്ള ആളാണ്. അവിടെ നിങ്ങൾ ഈ പറയുന്ന പച്ചനോണല്ല. പിന്നെ സൗദി അറേബ്യയിൽ ദിക്റും മൗലൂദും മങ്കൂസും കുങ്കൂസും മങ്കീസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. കഴിഞ്ഞ റബീഉൽ അവ്വലിന് 5 ആളങ്ങോട്ട് കയറ്റി വിട്ടുക്കണോ അല്ലേ? അറിഞ്ഞിരുന്നോ? ഞാൻ വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ നന്നായിട്ട് കേരളത്തിലൂടെ ഓടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ കണ്ട ഒരു വീഡിയോ ആണ്. ഏതായിരുന്നു? 5 ആളെ സീക്കോയിൽ മങ്കൂസ് മൗലൂദ് നടത്തിയിട്ട് നബിദിനത്തിന് മൗലൂദ് വലിയതാ പൊടിച്ചുകൊണ്ട് വരും, നല്ലോണം പൊട്ടിച്ചിട്ട് കയറ്റി വിട്ടു. അവരെ ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പ്രവർത്തിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ വിസിറ്റിംഗ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉംറ സർവീസിൻ്റെ ആവും പോകുക. എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ തൊടാൻ ഒന്നുണ്ടാക്കണ്ടേന്ന് സംശയിച്ചും കൊണ്ടിരിക്കുന്ന സെബീനക്കെട്ടുണ്ടല്ലോ, അത് മലത്തി വെച്ചിട്ട് നിങ്ങൾക്ക് സൗദി പോയിട്ട് ഒരു മൗലൂദ് ചെല്ലാൻ പറ്റുമോ മൂല്യരെ? നല്ല അടി കിട്ടും. ചാട്ടയൊന്നുമല്ല, ഇപ്പം ചൂരലാണ് തരാം, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സാധനമാണ്, നല്ല പൂസട്ടും. അവിടെ പോയിട്ട് അത് ചെല്ലാൻ പാടില്ല. കാര്യം എന്താണ്? അത് ഇസ്ലാമിലില്ലാത്ത കാര്യമാണ്. അവിടെ ഇസ്ലാമിക ഭരണമാണ്. അപ്പോൾ ആ ബ്ലണ്ടറൊക്കെ നിങ്ങൾ സാധുക്കളോട് അടിച്ചോളിയും. ഇവിടെ നമ്മളെടുത്ത് വേണ്ട. ഈ പറയപ്പെട്ട സൗദി അറേബ്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സൗദിയിൽ ഇന്നും ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ. വാതിലടച്ചിരുന്നിട്ട് പോലീസ് വരുന്നുണ്ടോ നോക്കിയിട്ട് ഓതേണ്ട ഒരു സാധനമാണ് ഈ വൃത്തികെട്ട ഈ മാലിയും മൗലൂദും മണ്ണാങ്കട്ടിയൊക്കെ. മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കോ. പറ. ദിക്ർ ചെല്ലാൻ പറ്റും, കൂട്ടമായിട്ട് ദിക്ർ ചെല്ലാൻ പറ്റൂല എന്ന് ഓൽക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? കൂട്ടമായിട്ട് ദിക്ർ ചെല്ലാൻ പാടില്ല എന്നുള്ള ഒരു ഹദീസ് ഓല് കാണിക്കട്ടെ. അതാണ് പറഞ്ഞത്. ദിക്ർ ചെല്ലാൻ പറ്റും, കൂട്ടമായിട്ട് ചെല്ലാൻ പറ്റൂല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അങ്ങനെ കൂട്ടമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഈ കാട്ടുന്ന പോലെ ബിരിയാണിയും വെച്ചിട്ട് അങ്ങനെ റസൂലുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ റസൂലുള്ളയും സ്വഹാബത്തും അങ്ങനെ ചെയ്യാൻ മനസ്സിലാക്കിയിട്ടില്ല. ഓൽക്ക് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കാണ് ഇപ്പോൾ അത് മനസ്സിലായത്. നിങ്ങളാണിപ്പോൾ റസൂലുള്ളാഹിനെക്കാട്ടിലും സ്വഹാബത്തിനെക്കാട്ടിലും താബീങ്ങളെക്കാട്ടിലും താബീങ്ങളെക്കാട്ടിലും വലിയ മറ്റേ ഇൽമിൻ്റെ മരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നടക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കാത്ത നിങ്ങൾ എങ്ങനെ ദീനിലേക്ക് പുണ്യാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ മൗലിയരെ? ഞാനിപ്പോൾ അറിഞ്ഞുകൂടെ കള അതിൻ്റെ അങ്ങനെ റസൂൽ ചെയ്തിട്ടുണ്ടോ, സാബത്ത് ചെയ്തിട്ടോ, ഉണ്ടോ, എവിടെ? അതെന്താണിത്? അപ്പം നമ്മളങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ചോദിക്കണം. പറ്റൂല എന്നുള്ളത് നിങ്ങളൊന്ന് പറയും. പറ്റൂല എന്നുള്ളതിനെ തെളിവ് പിടിച്ചോ. പറ്റുന്നുള്ളതിന് തെളിവ് വിടുണ്ട് കേട്ടോ. ഷർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. സഖാഫിയാണല്ലോ, സഖാഫത്ത് സുന്നിയിൽ പോയി പഠിച്ചാണല്ലോ, സർഫിനൊക്കെ പഠിച്ചുകൊണ്ടല്ലോ, മന്ദിക്കോതിയ ആളാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണോ? എന്തായാലും ബിദ്അത്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അള്ളാൻ്റെ ഹബീബും പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ
കുല്ല മുഹദസത്തിൻ ബിദ്അ, എന്താ പറഞ്ഞത്, എല്ലാ പുതുതായിട്ട് കൊണ്ടുവരുന്ന മതത്തിലേക്ക് പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരുന്ന എല്ലാ മുഹദസാത്തുകളാണ്, അതെല്ലാം ബിദ്അത്താണ്. ബിദ്അത്തെല്ലാം ലലാലത്താണ്, ലലാലത്തെല്ലാം ഫിന്നാറാണ്, നരകത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാത്തൊരു രൂപത്തിൽ, ഒരു വണ്ണത്തിൽ, ഒരു എണ്ണത്തിൽ നിങ്ങളത് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് ഹാറാമാണ് മൂല്യരെ. ഇനി എന്തിനതിന് വേറെ വിധി? ഈ ഹദീസിനെ ധാരാളമാണേ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പഠിച്ചിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ, അംഗീകരിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തിൽ എന്തൊക്കെയാണോ പുണ്യം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഇനി നിങ്ങൾ റസൂലുള്ള പഠിപ്പിക്കാത്തൊരു എണ്ണം വണ്ണവും പിന്നെ മറ്റുള്ള കാര്യങ്ങളും വട്ടവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഓതുകയാണെങ്കിൽ അതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞ സാധനം. അല്ലാണ്ട് എന്താണ് നിങ്ങളുടെ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ആളുകളെടുത്ത് പരിചയപ്പെടുത്തിയത്. എന്താ മൊയ്ലിയാരെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പോയി പഠിക്കാദ്യം. ദിക്ർ ചെല്ലാൻ പറ്റും, കൂട്ടമായിട്ട് ചെല്ലാൻ പറ്റൂല, അങ്ങനെയുള്ളൊരു ഹദീസ് ഒന്ന് ഒരു കാണിക്കട്ടെ. അതിപ്പോൾ ഓല് പറയും ഇനി ദിക്ർ തന്നെ പാടില്ല എന്ന് ഓല് പറയും ചിലപ്പോൾ. അതുപോലെ എന്തെല്ലാം അവരതൊന്നിപ്പോൾ നമ്മൾ കേൾക്കണം. അപ്പം ജാറത്തിനെ പറ്റി പറയാം. നമ്മളിപ്പോൾ മദീനത്ത് പോണത് എന്താ, അവിടെ റസൂലുള്ളാഹിൻ്റെയും സിദ്ദീഖുള്ളാഹിൻ്റെയും ഉമറുള്ളാഹിൻ്റെയും ഒക്കെ കൂടി ജാറാക്കിയിട്ട് പിന്നെ അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കണത്, ഉള്ളിലാക്കണത് എന്തിനാ? മറ്റുള്ള ഖബർസ്ഥാനിലൊക്കെ പോലെ തന്നെ റസൂലുള്ളാഹിൻ്റെയും മറ്റൊക്കെ ഒരു ഖബർസ്ഥാനിലാക്കിയിട്ട് വെച്ചാൽ പോരെ. ഇതാണ് മൂല്യരെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്നുള്ളത് അറിയില്ല. ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ഒരാൾ ആ ഒരു അർത്ഥത്തിൽ ചോദിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ അതെന്തിനാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാക്കിയിരിക്കണെന്നാ? പൊന്നാരൻ്റെ ഹബീബേ, പ്രവാചകന്മാർ എവിടെയാണോ വഫാത്താകുന്നത് അവിടെ തന്നെയാണ് അവരെ മറവ് ചെയ്യുക. എത്തും കൂടി ഇങ്ങക്ക് അറിയില്ലേ? ഇങ്ങളാണ് വലിയ ചക്കാപ്പിയായിട്ട് നടക്കുന്നത്, വല്ലാത്ത ചക്കാപ്പികളായിപ്പോയി. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ കിടന്നിരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ അവർ കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന സ്ഥലത്ത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനി മറവ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് മറവ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചു, അത് പൂർത്തീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും. ഇനി ഒരു ഖബറിനുള്ള സ്ഥലം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കപ്പെട്ട, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും അവർ മരണപ്പെടുന്ന വഫാത്താവുന്ന സ്ഥലത്ത് തന്നെയാണ്. അതിന് നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ ഈ കടുകുമണിയോളമുള്ള ബുദ്ധി, കടുകുമണിയോളം പോലും ഇല്ലാത്ത ബുദ്ധിയിൽ ചോദിക്കുകയാണ് അതെന്തിനാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാക്കിയത്? ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ തുരന്ന് മാന്തി കൊണ്ടുപോകില്ലേ, മണ്ണ് തിന്നൂലേ കൊണ്ടുപോയിട്ട്? അല്ലേ, മുടിയുടെ ഒരു കഷ്ണം ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ മുടി കൊടുത്തിട്ട് കലക്കി കുടിച്ചില്ല, അവിടുത്തെ മണ്ണും വാരി കൊടുത്തിട്ട് അതൊക്കെ ഇട്ടിട്ട് പിന്നെ കാന്തപുരം വല്ലങ്ങൾക്ക് തന്നില്ലേ? തുർബത്തു ഷരീഫ എന്നും പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് കാടി വെള്ളം കുടിച്ചിട്ടില്ല, പോത്ത് കാടി കുടിച്ചിന പോലെ നിങ്ങളൊക്കെ പോയി കുടിച്ചില്ലേ? അപ്പോൾ അതൊക്കെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളെ പൊട്ട ബുദ്ധിക്കല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഷെയ്ഖ് വരുമല്ലോ, ഇപ്പോൾ വേറൊന്നും ഇപ്പോൾ അടുത്ത് മരിച്ചിരുന്നോ ഒരു കൂറത്തങ്ങൾ, ആ കൂറത്തങ്ങളെ മയ്യത്തുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഇനിയിപ്പോൾ കാന്തപുരത്തിൻ്റെ മയ്യത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടാനാണ് നിൽക്കുന്നത്? അപ്പോൾ അജാതി വർത്താനൊന്നും പറയണ്ട, അതൊക്കെ അവിടെ അതിൻ്റെ ആ ഒരു യഥാവിധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങളെ ബുദ്ധിക്ക് ചോദിച്ച രൂപമൊന്നുമല്ല അവിടെ നടക്കേണ്ടത്. ബാക്കി എന്താ കുറച്ചും കൂടി പറയണ്ടല്ലോ, വേഗം പറഞ്ഞാണി. പിന്നെ അവിടേക്കായിട്ട് ജനങ്ങൾ എന്തിനാ പോണെന്നാൽ മദീനത്തേക്ക്? അവിടെ മദീനത്ത് പോകുക എന്നുള്ളൊരു പ്രധാന ചടങ്ങുണ്ടോ? ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലും ഒക്കെ മദീനത്തല്ലല്ലോ, മക്കത്തല്ലേ. ഞാൻ എന്തിനാ ഇത്രയും ഉറുപ്പ്യ ചെലവാക്കിയിട്ട് മദീനത്തേക്ക് പോയിട്ട് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ആ ജാറത്തിനടുത്തേക്ക് പോണെന്തിനാ? അതെന്തിനാന്ന് അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന 3 മസ്ജിദുകൾ, അതിലൊന്ന് മസ്ജിദുൽ ഹറാമാണ്, 2 മസ്ജിദുൽ നബവിയാണ്, 3 മസ്ജിദുൽ അഖ്സയാണ്. മസ്ജിദുൽ അഖ്സയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവിടേക്കാരും കൂടുതലായിട്ട് യാത്ര ചെയ്യാറില്ല. പിന്നെ ഉംറയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളേ, 1400 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 14 ചില്ലാനും കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മദീനത്തെത്തും. അവിടെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിസ്കരിക്കുകയും അവിടെ റൗള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ മേലുള്ള പച്ചക്കുപ്പയൊന്നുമല്ല, അത് റൗള എന്നുള്ളത് മസ്ജിദുൻ നബവിയിലാണുള്ളത്. ആ മസ്ജിദുൻ നബവിയിൽ റൗളയിൽ പോയിട്ട് നിസ്കരിക്കുകയും മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാർത്ത് എന്ന് പറഞ്ഞാൽ സിയാർത്ത് ചെയ്യുന്നത് സുന്നത്താണേ, സിയാർത്ത് ചെയ്യണം. അത് റസൂലുള്ളാഹി മാത്രമല്ല, അവനാൻ്റെ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും അല്ലാതെ തന്നെ നമ്മൾ ഖബറുകൾ സിയാർത്ത് ചെയ്യൽ, നമ്മൾ മരണം ഓർമ്മിക്കാനും ഒക്കെ നല്ലതാണ്. അവിടെ പോയിട്ട് ആ മയ്യത്തിനോട് തേടരുതെന്നുള്ളൂ. അപ്പം
അതൊന്നും അല്ലല്ലോ ഇപ്പം ഇവിടുത്തെ പ്രശ്നം. എന്താണ് കോയേ, എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ടാ ചോദിക്കാനുള്ളത്, അവർക്ക് ഇങ്ങോട്ടല്ല. അങ്ങോട്ട് പറഞ്ഞുകൂടെ തന്നെ കളകളകളെ. അപ്പം ഞാൻ കളകളകളകളകളകളേ പറയണതുള്ളൂ ഇപ്പം നിങ്ങളുടെ വിഷയം. എന്നാൽ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, നിങ്ങളെപ്പോലെയുള്ള വെള്ളിയും വെള്ളിയിട്ടിട്ട് വെള്ളക്കെട്ടും കെട്ടിയിട്ട് തലമപ്പോറാട്ട കെട്ടും കെട്ടിയിട്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിവരക്കേടുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന നന്ദികേടുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ കളങ്കം വരുത്തി വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് പുതിയ പുതിയ ബിദ്അത്തുകൾ കെട്ടിയെഴുന്നള്ളിക്കൽ, ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്തിനാണ് മൗലവിയെ നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത്? അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ദീന് അതിനപ്പുറം അപ്പുറം ഇല്ലാണ്ട് അയിമ നിന്നാൽ പോരെ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിപ്പോൾ പ്രിയമുള്ളവരെ, ഇവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ എൻ്റെ ഒന്നും വീഡിയോകൾ കാണരുതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വീഡിയോ വോയിസാണ്. അതും നമ്മൾ എടുത്തിട്ട് വീഡിയോ ആക്കി. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളതിന് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ വിശ്വാസം. ഇനി ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. എന്തായാലും ഈ സഖാഫി ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിടുവായത്തങ്ങൾ വോയിസ് ചെയ്താലോ എന്ത് ചെയ്താലും അത് പുറലോകത്തേക്ക് എത്തും എന്ന ഓർമ്മപ്പെടുത്തലോടെ. അത് മാത്രമല്ല, ഇനി എന്നെ നേരാക്കാൻ വിളിക്കാൻ തോന്നുന്ന ഏതെങ്കിലും സഖാഫിമാർ, ഹസനിമാർ അല്ലെങ്കിൽ നിസാമിമാർ, നിസാമിയുടെ വീഡിയോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വോയിസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഇതാ 80 75 23 98 47. ആ നമ്പറിലേക്ക് വിളിച്ചോളി, നമുക്ക് തൗതാരിക്കാം. നിങ്ങളും ഞാനും തൗതാരിച്ചിട്ട് കിതാബ് ഓതി പഠിച്ച മൊയ്ലിയാക്കന്മാരെ, നിങ്ങൾ വീണുരുളുന്നത് മറ്റുള്ളവർക്ക് കാണാനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കൊണ്ടു. ഇടയ്ക്കിടയ്ക്ക് ദിവസം ഒരു 3-4 ആൾ വെച്ചിട്ട് വിളിക്കൊണ്ടു. ഇൻഷാ അല്ലാഹ്. ഇതുവരെ ഈ വീഡിയോ കണ്ട, വോയിസ് കേട്ട ഏവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.